എന്നും മണ്ടത്തരം മാത്രം പറയാൻ വാതുറക്കുന്ന ആളായി മാറുകയാണ് പ്രതിപക്ഷ പട്ടം എടുത്തു ചാർത്തിയിരിക്കുന്ന വി.ഡി. സതീശൻ. ചെന്നിത്തലയെ നൈസായി വെട്ടി പ്രതിപക്ഷ സ്ഥാനം വി.ഡി. സതീശൻ നേടിയെടുത്തത്. എന്നിട്ട് ആ സ്ഥാനത്ത് എത്തിയിട്ടും എന്തേലും ഗുണമുണ്ടോ? ഇല്ലെന്ന് നിസ്സംശയം പറയാം. സർക്കാർ കാണിക്കുന്ന അഴിമതികൾക്കു നേരെ എന്തെങ്കിലും പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിനെ കൊണ്ട് ആകുന്നുണ്ടോ? ഇല്ല. വെറുതെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനായി ഒരു കോൺഗ്രസ് പ്രതിപക്ഷം. സ്വർണ്ണക്കടത്ത് അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, അങ്ങനെ ഒന്നും രണ്ടുമല്ല നിരവധി അഴിമതി ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ എത്തിയത്. അതിനൊക്കെ പ്രതിപക്ഷം നടത്തിയത് എന്ത് പ്രതികരണമാണ്? എന്ത് അഴിമതി ആരോപണം സർക്കാരിനെതിരെ പുറത്തു വന്നാലും അതൊക്കെ താൻ നേരത്തെ പറഞ്ഞതാണെന്നും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും പറഞ്ഞ് കുറെ തള്ളുമായി പത്രസമ്മേളനം നടത്തും. പിന്നെ വരും ദിവസങ്ങൾ സതീശന്റെ പൊടി പോലും കാണാനുണ്ടാകില്ല. കഴിഞ്ഞ കുറച്ചു നാളായി തൃശൂർ പൂരത്തിന്റെ പിന്നാലെയായിരുന്നു വി.ഡി. സതീശൻ. ബി.ജെ.പി ഒരു സീറ്റിൽ വിജയിച്ചതിന്റെ കാരണം കണ്ടെത്തലായിരുന്നു സി.ഐ.ഡി. സതീശന്റെ ജോലി. ഒടുവിൽ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പൂരം കലക്കിയത് എന്ന ആരോപണം ഉന്നയിച്ചത്. ഒടുവിൽ ഇത്തരം ആരോപണങ്ങൾ വെറും ആരോപണം മാത്രമായി തീർന്നു. ഇപ്പോൾ ഇതാ പുതുവർഷത്തിൽ വീണ്ടും മണ്ടത്തരം വിളമ്പാനായി വാ തുറന്നിരിക്കുകയാണ് സതീശൻ. താൻ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയാൽ UDF തിരിച്ചു വരില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. അപ്പോൾ UDF-ൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നും തുറന്നു സമ്മതിക്കുകയാണ് വി.ഡി. അതാണ് വി.ഡിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതും. തനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, UDF-നെ തിരിച്ചു കൊണ്ടുവരിക. പോയ വർഷത്തെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വലിയ വേദനയുണ്ടാക്കി. പുതുവർഷം തിരഞ്ഞെടുപ്പ് വർഷം, ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്നും വി.ഡി. സതീശൻ പറയുന്നു. ഈ വർഷം പ്രതീക്ഷയുടെ വർഷമാണ്. വിശ്രമിക്കാൻ സമയമില്ല, തീക്ഷ്ണമായ പ്രയത്നം വേണ്ടിവരും. വരും വർഷത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയാൽ കോൺഗ്രസ് തിരിച്ചു വരില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് പാർട്ടിയെ വളർത്തുക എന്നതാണ് ലക്ഷ്യം. ഇത് വി.ഡിയുടെ മറ്റൊരു തന്ത്രമാണ്. പാർട്ടിയെ ഒന്ന് പൊക്കിപ്പറഞ്ഞാൽ അതുവഴി ചെന്നിത്തലയെ കരുതി വെച്ചിരിക്കുന്ന, അതായത് ചെന്നിത്തലയ്ക്കായി മാറ്റി വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കസേര ചുളിവിൽ അടിച്ചെടുക്കാം. അതാണല്ലോ വി.ഡിയുടെ ശീലവും. അതായത് എങ്ങനെ പ്രതിപക്ഷത്ത് എത്തിയോ അതുപോലെ ആ മുഖ്യമന്ത്രി കസേരയിലും എത്താം. അതിനായുള്ള കാട്ടിക്കൂട്ടലുകളാണ് കഴിഞ്ഞ കുറച്ചു നാളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളെ പാട്ടിലാക്കാൻ അമ്പലം, ക്രിസ്ത്യാനികളെ പാട്ടിലാക്കാൻ കൺവെൻഷൻ, അങ്ങനെ നിരവധി നമ്പറുകളുമായി നടക്കുകയാണ് സതീശൻ.